Hi students, next we will discuss a problem of trial balance. An inexperienced accountant provides you with the following trial balance. In case you find it to be incorrect, prepare it again so as to remove its defect. So, ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ഒരു ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫ്രഷ് ആയിട്ടൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ട്രയൽ ബാലൻസ് ഓൺ ജൂൺ 30, 2018 ആണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് എഴുതേണ്ടത്. ഇങ്ങനെയൊക്കെ ബ്രാക്കറ്റിലൊക്കെ ഇട്ടിട്ട് ഇൻഎക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് കോളം നോക്കുക, ഒന്ന് താഴേക്കാണ് വന്നിട്ടുള്ളത്. സോ ഒരു സ്റ്റെപ്പ്, ഒരു പൊസിഷൻ താഴെയാണ് കേട്ടോ നമ്പർ നോക്കുക. നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഇത് താഴെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് 10,500 ആണ്. കറക്റ്റ് ആണ്, ഡെബിറ്റിൽ തന്നെയാണ് എഴുതേണ്ടത്. അടുത്ത ബിൽഡിംഗ് ബിൽസ് എന്നില്ല, ബിൽസ് എന്നുള്ളത് താഴേക്കുള്ളതാണ്. ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. 31,500 ആണ്. 31,500 എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡ് തന്നെ എഴുതുക. ട്രയൽ ബാലൻസിന്റെ അസറ്റ് ആണ്. നെക്സ്റ്റ് പേയബിൾ ബാങ്ക് ഇല്ല. അതെന്താ വെച്ചാൽ ബിൽസ് പേയബിൾ എന്നാണ് അത് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം, വാട്ട് എവർ. സോ മിസ്റ്റേക്ക് ആണ്. ബിൽസ് പേയബിൾ ആണ് എന്ത് വരുന്നത്, ഈ പറയുന്ന മൂന്നാമത്തെ നമ്മൾ നോക്കുക. തേർഡ് വൺ ആണ് ബിൽസ് പേയബിൾ. അപ്പൊ എമൗണ്ട് കോളത്തിൽ തേർഡ് വൺ 1,800 ആണ്. സോറി, അത് എഴുതിയത് മിസ്റ്റേക്കിലാണ് എഴുതിക്കുന്നത് അല്ലെ. 1,800 എഴുതേണ്ടത് ലയബിലിറ്റി ആണ് അല്ലെ. ലയബിലിറ്റി ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. എവിടെ എഴുതിക്കുന്നത്? ഡെബിറ്റ് സൈഡ് എഴുതിക്കുന്നത്. സോ അത് മിസ്റ്റേക്ക് അല്ലേ. 1,800 എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡ് എഴുതണം. ഓക്കെ, അടുത്തത് ഓവർ ഡ്രാഫ്റ്റ് അല്ല, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് 1,500. അതും എവിടെ എഴുതാനുള്ളതാണ്? ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. നെക്സ്റ്റ് ക്യാപിറ്റൽ കറക്റ്റ് ആണ്, 45,000 ക്രെഡിറ്റ് സൈഡ് തന്നെ എഴുതുക. അടുത്തത് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ അസറ്റ് ആണ്. എവിടെ അല്ല, ക്രെഡിറ്റ് സൈഡ് അല്ല വേണ്ടത്. എവിടെയാ? ഡെബിറ്റിലാണ് എഴുതേണ്ടത്. ഡെബിറ്റ് ബാലൻസ് ആണ് 12,000. അടുത്ത ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് ഒരു എക്സ്പെൻസ് ആണ്, 90 ആണ്, അത് കറക്റ്റ് ആണ്. സെയിൽസ് 39,000 എഴുതിയത് തെറ്റാണ്. 39,000 സെയിൽസ് ഏത് ബാലൻസ് ആണ്? സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. അടുത്ത ലോൺ ഫ്രം സുരേഷ് ആണ്. അത് നമുക്ക് അടുത്ത പേജിലാണ് അതിന്റെ ആൻസർ വരുന്നത്. ലോൺ ഫ്രം സുരേഷ് എമൗണ്ട് വരുന്നത് 2,400 ആണ്. ലോൺ ഫ്രം സുരേഷ്, സുരേഷിന്റെ അടുത്തുനിന്ന് ലോൺ വാങ്ങിച്ചു. സോ അത് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എവിടെ എഴുതുക? 2,400 ലയബിലിറ്റി ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതുക. പിന്നെ ക്യാരേജ് ഇൻവേർഡിന്റെ എമൗണ്ട് 270 ആണ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വന്നിട്ടുണ്ടായിരിക്കും. സോ അതൊരു എക്സ്പെൻസ് ആണ്. അത് ഡെബിറ്റ് സൈഡ് എഴുതിയിട്ട് കറക്റ്റ് ആണ്. അടുത്തത് ബിൽസ് റിസീവബിൾ ക്രെഡിറ്റ് സൈഡ് ആണ് 3,000. അത് തെറ്റാണ്. ബിൽസ് റിസീവബിൾ ഒരു അസറ്റ് ആണ്. നമുക്കല്ലോ പേജ് നമ്പർ ഇറങ്ങി വന്നപ്പോൾ എവിടെ എത്തി? ഇത് ഒരേ സ്ഥലത്ത് രണ്ട് എമൗണ്ടുകളും. സോ അത് മുകളിലത്തെയാണ്, ഒരു വരി താഴേക്ക് വന്നതാണ്. ബിൽസ് റിസീവബിൾ ഒരു അസറ്റ് ആണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ 3,000 ഡെബിറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. അടുത്ത ഐറ്റം എന്താണ്? പർച്ചേസസ്. പർച്ചേസസ് ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ 24,000 ഡെബിറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. ഇവിടെ തെറ്റാണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതിയിരിക്കുന്നത്. സാലറീസ് എക്സ്പെൻസ് ആണ് 3,300. നമ്മൾ ഡെബിറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. ഇവിടെയും തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ് 3,000, കറക്റ്റ് ആണ് എഴുതിയത്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്, 1,650. അടുത്തത് റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ എന്നാണ് അർത്ഥം. സോ അത് സെയിൽസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എഴുതാറ്. സെയിൽസ് റിട്ടേൺ 900, കറക്റ്റ് ആണ് എഴുതിയത്. അടുത്ത റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ ഇവിടെ എമൗണ്ട് വരുന്നത് 300 ആണ്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. പർച്ചേസിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് എഴുതുക? പർച്ചേസ് റിട്ടേൺ എഴുതുക. സോ
300 ക്രെഡിറ്റ് സൈഡാണ് എഴുതേണ്ടത് അല്ലേ. പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ആണ്, സോ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡ് കറക്റ്റ് ആണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, 1200 തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന ഡെബിറ്റ് സൈഡാണ് എഴുതേണ്ടത്. ഡ്രോയിങ്സ് 1500 ഡെബിറ്റ് സൈഡാണ് എഴുതേണ്ടത്. ഇനി നോക്കാം എമൗണ്ട് എഴുതിയിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റിലത്തേക്ക് ഡ്രോയിങ്സ് 1000 അഡ്വർടൈസ്മെന്റ് ഈ പറഞ്ഞ പോലെ എമൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് എഴുതിയതാണിത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ 10,500, ബിൽഡിംഗ് 31,500, ബിൽസ് പേബിൾ 1,800, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 1,500. അങ്ങനെ നമ്മൾ ആ എമൗണ്ട് കറക്റ്റ് ചെയ്ത് എഴുതിയതാണിത്. അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, ലാസ്റ്റ് മാത്രം ആൻസർ ചെക്ക് ചെയ്യാവൂ. ഓരോ ഐറ്റം എന്താണ് അതിൻ്റെ നാച്ചർ അനുസരിച്ചിട്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണോ സാധാരണ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ഓരോ ഐറ്റത്തിന് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം എവിടെ എഴുതണം. ഓക്കെ.